നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ ഏകാദശിയെ പറ്റിയുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏകാദശിയുടെ അന്ന് വരുന്ന ഹരിവാസര സമയത്ത് നമ്മൾ വിഷ്ണു ശതനാമ സ്തോത്രം ചൊല്ലുന്നത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ഒപ്പം തന്നെ ഏകാദശി എടുത്തതിൻ്റെ ഫലം നമുക്ക് കിട്ടാനും അനുഗ്രഹമാകുമെന്നുള്ളത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 100 നാമങ്ങളാണ് ഈ ഒരു ശതനാമ സ്തോത്രം എന്ന് പറയുന്നത്. ശ്രീ വേദവ്യാസൻ രചിച്ച ഈ ഒരു ശതനാമ സ്തോത്രത്തെ 15 സ്തോത്രങ്ങളാക്കിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. ഏകദേശം ഒരു 5 to 10 മിനിറ്റ്, 10 മിനിറ്റിൻ്റെ ആവശ്യം തന്നെ വരില്ല നമുക്ക് ഈ ഒരു സ്തോത്രം ജപിക്കാൻ വേണ്ടിയിട്ട്. ഏകാദശി വ്രതം എടുക്കുന്നവരാണെങ്കിലും അല്ല എങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ ഈ സ്തോത്രം ചൊല്ലാൻ ശ്രമിക്കണം. ശ്രീ വിഷ്ണു ശതനാമ സ്തോത്രം. ശ്രീ ഗണേശായ നമ. നാരദ ഉവാച. ഓം വാസുദേവം ഹൃഷീകേശം വാമനം ജലശായിനം ജനാർദ്ദനം ഹരികൃഷ്ണം ശ്രീവക്ഷം ഗരുഡധ്വജം വാരാഹം പുണ്ടരീകാക്ഷം നൃസിംഹം നരകാന്തകം അവ്യക്തം ശാശ്വതം വിഷ്ണു അനന്തം അജമവ്യയം നാരായണം ഗദാധ്യക്ഷം ഗോവിന്ദം കീർത്തിഭാജനം ഗോവർദ്ധനോദ്ധരം ദേവം ഭൂധരം ഭുവനേശ്വരം വേതരം യജ്ഞപുരുഷം യജ്ഞേശം യജ്ഞവാഹകം ചക്രപാണിം ഗദാപാണിം ശംഖപാണിം നരോത്തമം വൈകുണ്ഠം ദുഷ്ടധമനം ഭൂഗർഭം പീതവാസം ത്രിവിക്രമം ത്രികാലജ്ഞാനം ത്രിമൂർത്തിം നന്ദികേശ്വരം രാമം രാമം ഹയഗ്രീവം ഭീമൻ രൗദ്രം ഭവോദ്ഭവം ശ്രീപതിം ശ്രീധരം ശ്രീശം മംഗളം മംഗലായുധം ദാമോദരം ദമോപേതം കേശവൻ കേശിസൂധനം വരേണ്യം വരദം വിഷ്ണുമാനാനന്ദം വസുദേവജം ഹിരണ്യരേതസം ദീപ്തം പുരാണം പുരുഷോത്തമം സകലം നിഷ്കലം ശുദ്ധം നിർഗുണം ഗുണശാശ്വതം ഹിരണ്യത്തനുസങ്കാശം സൂര്യായുധസമപ്രഭം മേഘശ്യാമം ചതുർബാഹും കുശലം കമലേഘം ജ്യോതിരൂപമരൂപം ച സ്വരൂപം രൂപസംസ്ഥിതം സർവജ്ഞം സർവരൂപം സ്തം സർവേശം സർവതോമുഖം ജ്ഞാനം കൂടസ്ഥമചലം ജ്ഞാനദം പരമം പ്രഭും യോഗീശം യോഗനിഷ്ണാതം യോഗിനം യോഗരൂപിണം ഈശ്വരം സർവഭൂതാനാം വന്ദേ ഭൂതമയം പ്രഭും ഇതി നാമശതം വൈഷ്ണവം ഖലു പാപഹം വ്യാസൻ കഥിതം പൂർവം സർവപാപപ്രണാശനം യപ്പടേത് ഭ്രാതരുത്ഥായ സാ ഭവേദൈഷ്ണവോ നരാ സർവപാപവിശുദ്ധാത്മാ വിഷ്ണുസായുജ്യമാപ്നുയാത് ചാന്ദ്രായണ സഹസ്രാണി കന്യാധാനശതാനി